കൊല്ലം കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിലെ ഗ്രൂപ്പ് തർക്കം പരിഹരിക്കാനായില്ല. DCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഐ ഗ്രൂപ്പ് നേതാവ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. തുടക്കം മുതൽ ആവശ്യപ്പെട്ടത് പ്രകാരം 20 ഡിവിഷനിൽ ഐ ഗ്രൂപ്പും 14 ഡിവിഷനിൽ എ ഗ്രൂപ്പും മത്സരിക്കാനാണ് ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചത്. പ്രശ്നങ്ങളെല്ലാം തീർപ്പാക്കിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് സത്യശീലൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ഐ ഗ്രൂപ്പ് നേതാവ് സുരേഷ് ബാബു പത്രസമ്മേളനത്തിൽ പ്രതിഷേധിച്ചു. സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കാനുള്ള കമ്മിറ്റി കൂടാതെയാണ് ആരോഗ്യം ചർച്ച ചെയ്ത് ഈ അനൗൺസ്മെന്റ് നടത്തുന്നത്. തീരുമാനം ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. അപ്പോൾ അത് ഗ്രൂപ്പിന്റെ കളി നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഈ കമ്മിറ്റി യഥാർത്ഥ കമ്മിറ്റി കൂടി ശേഷം അനൗൺസ് ചെയ്യാവുന്നത്. ജില്ലയിൽ ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കേണ്ട ആരെയും ഉൾപ്പെടുത്താതെയാണ് DCC പ്രസിഡന്റ് വസതിയിൽ യോഗം ചേർന്നതെന്നും സുരേഷ് ബാബു ആരോപിച്ചു. എന്നാൽ കൂട്ടായ തീരുമാനമാണിതെന്നും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോഗത്തിൽ പങ്കെടുപ്പിച്ചെന്നും സത്യശീലൻ പറഞ്ഞു. ഈ കമ്മിറ്റി 2 മണിവരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പങ്കെടുത്തയാളും തീരുമാനമെടുത്തയാളുമാണ് സുരേഷ് ബാബു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും. ഐ ഗ്രൂപ്പ് ആവശ്യപ്പെട്ട സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എ ഗ്രൂപ്പുകാർ അത് പിൻവലിക്കുമെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.